ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് നെത്തോലി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നെത്തോലി എന്നാണ് കേട്ടോ പറയുന്നത്. ചിലയിടത്തൊക്കെ കൊഴുവാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഒരു നെത്തോലി തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നെത്തോലി തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നെത്തോലി ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുള്ളെല്ലാം നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കണം. മുള്ളെല്ലാം നമ്മൾ മാറ്റിയെടുത്തല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് ഐറ്റംസ് എല്ലാം വേണ്ടേ. അതിനായിട്ട് കൊച്ചുള്ളി ചെറിയ രീതിയിൽ നല്ല ക്ലീൻ ചെയ്ത കൊച്ചുള്ളി ചെറിയ രീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അതിനുശേഷം ഒരു ചെറിയ പീസ് ജിഞ്ചർ, അതും കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പം ജിഞ്ചർ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ മുള്ളെല്ലാം കളഞ്ഞ് നെത്തോലി എടുത്തതിന് ശേഷം അത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുള്ളിയും ജിഞ്ചർ ഗാർലിക്കും അതിലേക്ക് ചേർക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വേവണമല്ലോ. അതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചേക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവട്ടെ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളമൊക്കെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. നമ്മുടെ സാധനം കുക്കായി വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു നുള്ള് ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഒരു മസാലയൊക്കെ അതിലൊക്കെ പിടിക്കണം. എന്നിട്ട് ഇനി അത് നമ്മുടെ ഈ കുക്കായിക്കൊണ്ടിരിക്കുന്ന നെത്തോലിയിലും ഉള്ളിയിലും ഒക്കെ ആഡ് ചെയ്യാം. കൂടെ കറി ലീവ്സും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുക്കാവണമല്ലോ, അതിനായിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിതിനി അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെച്ചിട്ട് ഒരു കടായി വെക്കുക. കടായിലേക്ക് എണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂട് മാറിയ ശേഷം സെർവ് ചെയ്യാം.